നാലാം ക്ലാസ്സിൽ കലോത്സവ വേദിയോട് വിട പറഞ്ഞ് വർഷങ്ങൾക്കിപ്പുറം അതേ വേദിയിൽ നൃത്തം ചിട്ടപ്പെടുത്തി തിരിച്ചെത്തിയ സന്തോഷത്തിലാണ് പ്രമുഖ കൊറിയോഗ്രാഫർ ബിജു ധ്വനിതരംഗ്. നടി ആശാ ശരത് അവതരിപ്പിച്ച സ്വാഗതഗാനത്തിന്റെ നൃത്താവിഷ്കാരം ചെയ്തത് എറണാകുളം സ്വദേശിയായ ബിജു ധ്വനിതരംഗാണ്. അങ്ങനെ കൊല്ലത്ത് കലോത്സവം പൊടിപിടിക്കുകയാണ്. ഈ വേളയിലാണ് നമുക്കൊപ്പം ഒരു അതിഥി ചേരുന്നത്. ഈ അതിഥിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലയാള സിനിമയിൽ നിരവധി സിനിമകൾക്ക് കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള കൊറിയോഗ്രാഫറാണ് ബിജു ധ്വനിതരംഗ് എന്നാണ് പേര്. എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. ഇത്തവണ ഈ കലോത്സവ വേദിയിൽ എത്തിയതിന് പിന്നിലൊരു കഥയുണ്ട്. കാരണം ഇത്തവണ ആശാ ശരത്തിൻ്റെ ഈ നൃത്താവിഷ്കാരം കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളത് ബിജു ചേട്ടനാണ്. എനിക്ക് തോന്നുന്നു 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് കലോത്സവ വേദിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച ആളാണ്. വീണ്ടും അതേ വേദിയിലേക്ക് തിരിച്ചു വരികയാണ്. എന്ത് തോന്നുന്നു? ഞാൻ കുറേ നാൾ മുമ്പ്, അതായത് 54ാമത് കലോത്സവത്തിൽ ഇതേപോലെ ഒരു അവതരണകാലം ചിട്ടപ്പെടുത്തിയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇത് 64ാമത്തത് ആഫ്റ്റർ 8 ഇയേഴ്സാണ്. അതിനൊരു അവസരം കിട്ടിയിട്ട് എനിക്ക് ആശ ചേച്ചി മൂലം തന്നെയാണ്. അപ്പോൾ വളരെ സന്തോഷമാണ്. വീണ്ടും ഇങ്ങനൊരു കലോത്സവ വേദി വരാൻ പറ്റിയല്ലോ, വളരെ സന്തോഷമാണ്. അപ്പം ഈ 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് നിർത്തി, പക്ഷേ സിനിമയിൽ അറിയപ്പെടുന്ന കൊറിയോഗ്രാഫറായി, റിയാലിറ്റി ഷോകളിലെ കൊറിയോഗ്രാഫറായി, ചാനലുകളിൽ സ്ഥിരം സാന്നിധ്യമാണ്. അപ്പം അതെങ്ങനെ നിലനിർത്തി? അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ആക്ച്വലി ഞാൻ എൻ്റെ പ്രൊഫഷൻ ഈ നമ്മുടെ ഡാൻസ് തന്നെ പല ഡീവിയേഷൻ ഉണ്ട്, പല ഡിവിഷൻസും ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഞാൻ ഡീവിയേറ്റ് ചെയ്തത് വേറൊരു തലങ്ങളിലേക്ക്, അതായത് ഡാൻസ്, സിനിമ എന്നുള്ള തലങ്ങളിലേക്കാണ് ഞാൻ തിരഞ്ഞെടുത്തത്. ഇന്നിപ്പം ഇവിടെ നൃത്താവിഷ്കാരം ആശാ ശരത്ത് എന്തൊക്കെയായിരുന്നു ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ എന്ത് കൊണ്ടുവരണം എന്നായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്? എല്ലാ പ്രാവശ്യവും നമ്മൾ ഇത് യുവജനോത്സവം കേരള സ്റ്റേറ്റ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലാണ്. അപ്പോൾ നമ്മുടെ മെയിൻ ഇത് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിനെ കുറിച്ചും പിന്നെ ഈ അവതരണ കാരണത്തിൽ കൂടുതലായിട്ട് കൊല്ലത്തേക്കുള്ള ഒരു കുറച്ച് ഇതുണ്ടായിരുന്നു, കുറച്ച് സന്ദേശങ്ങൾ എലമെൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കുറച്ച് കാര്യങ്ങളെല്ലാം കൂടി അതിനകത്ത് എനിക്ക് ഉപയോഗിക്കാൻ കുറച്ച് പറ്റി. എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ഈ മേഖലകളിലും നല്ല അവസരങ്ങളുണ്ട്. അതായത് എല്ലാവർക്കും എല്ലാം മോണിറ്ററി സൈഡിൻ്റെ ബേസ് ആണല്ലോ. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോഴും സാധ്യതകൾ കൂടുതലാണ് ഇപ്പോഴത്തെ സമയത്ത്. നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നു, നമ്മൾ ഈ പഠിച്ച ഡാൻസ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ടത്തെ ആൾക്കാർ വിചാരിക്കുന്ന പോലെ ഒരു സാധ്യതയില്ല, അല്ലെങ്കിൽ ഈ ഡാൻസ് പഠിച്ചിട്ട് എന്ത് ചെയ്യാമെന്നുള്ള ചിന്തയില്ല. അതില്ല. ഇപ്പോൾ ദർ ആർ ലോട്ട്സ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ അതെല്ലാവരും യൂസ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും അപ്പം ബിജു ചേട്ടനെ സംബന്ധിച്ച ഈ കലോത്സവം എന്ന് പറയുന്നത്, കൊല്ലത്തെ ഈ കലോത്സവം എന്ന് പറയുന്നത് ഒരുപാട് സ്പെഷ്യലാണ്. അപ്പം ബിജു ചേട്ടന് കൂടുതൽ ഇനി പ്രൊജക്റ്റുകൾ ഉണ്ടാകട്ടെ, കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. നമുക്ക് വീണ്ടും ഇത്തരത്തിൽ ടെലിവിഷനിലും സിനിമയിലും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പം എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ക്യാമറമാൻ അർഷകിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 കൊല്ലം.